ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ പ്രധാനമന്ത്രിയെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും വിമർശിക്കുന്ന വിവാദ AI വീഡിയോ എക്സിൽ നിന്ന് നീക്കി. സൈബർ പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് നടപടി. വീഡിയോ പങ്കുവച്ച ലക്ഷ്മി എൻ രാജുവിന്റെ അക്കൗണ്ട് വിവരങ്ങൾ നൽകണമെന്ന് പോലീസ് എക്സിനോട് ആവശ്യപ്പെട്ടു. വീഡിയോ നീക്കം ചെയ്യാത്തതിൽ നേരത്തെ എക്സിനെതിരെ കേസെടുത്തിരുന്നു. ഹരിമോഹനുടെ വിവരങ്ങൾ നൽകാൻ. ഹരി, 3 മണിക്കൂറിനകം നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു, പക്ഷേ നടന്നില്ല. അതിന് പിന്നാലെ കേസെടുത്തു. ഇപ്പോൾ എന്തായാലും ഒടുവിൽ നീക്കം ചെയ്യേണ്ടി വന്നിരിക്കുന്നു, അല്ലേ? അല്ല ശ്രുതി, തീർച്ചയായിട്ടും അത് നീക്കം ചെയ്യേണ്ടി വന്നിരിക്കുന്നു എക്സിന് എന്നുള്ളതാണ്. അതിൽ കേസ് നേരത്തെ സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്നു. വ്യക്തിഹത്യ നടത്തുക, വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുക, തെറ്റായ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുക തുടങ്ങിയ വകുപ്പുകളെല്ലാം ചുമത്തിക്കൊണ്ടാണ് നേരത്തെ എക്സിനെതിരെയും ലക്ഷ്മി എൻ രാജു എന്ന് പറയുന്ന അക്കൗണ്ട് ഉടമയ്ക്കെതിരെയും കേസെടുത്തിരുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ എക്സ് ആ വീഡിയോ പൂർണ്ണമായിട്ടും എക്സിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നത്. അതായത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജ്ഞാനേഷ് കുമാറിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള വീഡിയോ ആണെന്നുള്ളതാണ് ഇതിൽ ഉയർന്നു വന്ന ആരോപണം. അതുകൊണ്ട് തന്നെയാണ് അത് ഉടനടി നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ സൈബർ പോലീസ് ഒരു കത്ത് നേരത്തെ എക്സിന് നൽകിയിരുന്നത്. അതായത് 3 മണിക്കൂർ സമയമുണ്ടായിരുന്നു ഈ അക്കൗണ്ടിൽ നിന്ന് ഇത് നീക്കം ചെയ്യുന്നതിന് വേണ്ടി. പക്ഷേ ആ കത്ത് അവഗണിക്കുകയാണ് എക്സ് അന്ന് ചെയ്തത്. പക്ഷേ അതേസമയം തന്നെ മെറ്റയ്ക്കും പോലീസ് കത്തയച്ചിരുന്നു. മെറ്റ പക്ഷേ അന്ന് തന്നെ ഈ ഫേസ്ബുക്ക് അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള എല്ലാ വീഡിയോകളും നീക്കം ചെയ്തിരുന്നു. പക്ഷേ എക്സ് അതിന് തയ്യാറായില്ല എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നമായി ചൂണ്ടിക്കാണിച്ചു. തൊട്ടു പിന്നാലെ തന്നെ സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. ആ കേസ് എടുത്തതിന് മണിക്കൂറുകൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ ആ വീഡിയോ പൂർണ്ണമായും നീക്കം ചെയ്തുകൊണ്ട് അതിന്റെ മറ്റ് നടപടികളിലേക്ക് എക്സ് കടന്നിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി എക്സിന് ഒരു കത്ത് കൂടി സൈബർ പോലീസ്, തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് അയച്ചിട്ടുണ്ട്. ഈ ലക്ഷ്മി എൻ രാജു എന്ന് പറയുന്ന അക്കൗണ്ട് ഉടമയുടെ ലഭ്യമാകുന്ന വിവരങ്ങളെല്ലാം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഒരു കത്ത് അയച്ചിരിക്കുന്നത്. എക്സ് ഉടൻ തന്നെ അത് നൽകും എന്നുള്ളതാണ് കരുതുന്നത്. കാരണം ഈ കേസ് എടുത്തതിന് പിന്നാലെ എക്സ് അന്വേഷണത്തോട് സഹകരിക്കാനുള്ള തീരുമാനം എടുത്തതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ആ വീഡിയോ നീക്കം ചെയ്തത് എന്ന് കൂടിയാണ് മനസ്സിലാകുന്നത്. ഇത് പലതരത്തിലുള്ള പല പ്ലാറ്റ്ഫോമുകളിലേക്ക് പോയി, പല അക്കൗണ്ടുകളിലേക്ക് ഈ വീഡിയോ വന്നു. അങ്ങനെ വല്ലാതെ ഈ വീഡിയോ പ്രചരിച്ചതിനെ തുടർന്നാണ് ഇത് കടുത്ത നടപടിയിലേക്ക് പോകാൻ സൈബർ പോലീസിനെ പ്രേരിപ്പിച്ചത്. അങ്ങനെയാണ് ഇതിൽ നിരവധിയായിട്ടുള്ള വകുപ്പുകൾ, അതായത് ഏകദേശം 7 വകുപ്പുകളോളം ചുമത്തിയാണ് ഇതിനകത്ത് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൂടി വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. എന്നാലും എക്സിനെ സംബന്ധിച്ച് ആ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടി വന്നു ആ വീഡിയോ നീക്കം ചെയ്യാൻ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി മറ്റേതെങ്കിലും തരത്തിൽ ഈ വീഡിയോ പ്രചരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കണക്കിലെടുത്തുകൊണ്ട് എല്ലാ തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്നും അത് നീക്കം ചെയ്യുന്നതിന് വേണ്ടി 2 or 3 തവണയായി പലതരത്തിലും കത്തയച്ചിരുന്നു സൈബർ പോലീസ്. എന്തായാലും മെറ്റയുടെ ഭാഗത്തുനിന്ന് പൂർണ്ണമായിട്ടും സഹകരണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സൈബർ പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം വീഡിയോകൾ പ്രചരിപ്പിക്കുന്നത് കടുത്ത കുറ്റമാണ് എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ ഒരു വിലയിരുത്തൽ. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കീഴിലാണ് പോലീസ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരം ഒരു നടപടി ഇതിൽ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. സാധാരണ എക്സിനെതിരെ ഒന്നും കേസ് ഇങ്ങനെ രജിസ്റ്റർ ചെയ്യാറില്ല. പക്ഷേ ഒരു കത്ത് ഔദ്യോഗികമായി പോലീസ് നൽകിയിട്ട് ആ കത്ത് അവഗണിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി എക്സിൽ നിന്ന് വന്നത്. അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ്. ഇനിയിപ്പോൾ കോടതി വഴി പോയി എക്സ് ഈ അന്വേഷണത്തോട് സഹകരിച്ചു എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എക്സിന്റെ പേരിൽ മാത്രമുള്ള കേസ് ഒരു പക്ഷേ പിൻവലിക്കാനുള്ള സാധ്യത കൂടി ഈ ഘട്ടത്തിൽ കാണുന്നു. പിന്നാലെ വീഡിയോ നീക്കിയിരിക്കുന്നു.